ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ന്യൂബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾ ഒരു പക്ഷേ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ചിലർക്കത് പാഷനാണ്, ചിലർക്കത് ഹോബിയാണ്. യെസ്, ഐ ആം ഗോണ ടോക്ക് അബൌട്ട് ഓർക്കിഡ് ഫാമിംഗ്. സൈന ഓർക്കിഡ്സിലാണ് എന്നോട് ടൈം മുഴുവൻ അവർക്കത് അതിൻ്റെ ഈൽഡ് അവർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം ആ ഫ്ലവർ? സാധാരണഗതിയിൽ ഡെൻഡ്രോബിയംസിൻ്റെ ഫ്ലവർ 2 മാസം ഒക്കെ നിൽക്കാറുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കട്ട് ഫ്ലവറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡെൻഡ്രോബിയം വെറൈറ്റീസിലെ ഫ്ലവേഴ്സാണ് കൂടുതലും ഓർക്കിഡ്സിൽ. അപ്പോൾ ഇതിപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലൈമറ്റ്, അതും ഒരു വിഷയമാണ്. ഇപ്പോൾ നല്ല മഴക്കാലത്ത് വെള്ളം വീഴുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ പൂവിൻ്റെ ലൈഫ് സ്വാഭാവികമായിട്ടും കുറയും എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ നമ്മുടെ കെയർ, ലൈറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച്, ഓർക്കിഡിൻ്റെ മറ്റ് വെറൈറ്റീസിനെ അപേക്ഷിച്ച് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഡെൻഡ്രോബിയം. ഇതിപ്പോൾ വലിയ കെയർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള പോപ്പുലാരിറ്റി ഇതിനുണ്ട്. ഡെൻഡ്രോബിയത്തിനാണ് കൂടുതൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ കുറേ കാലം നിൽക്കുന്നതുകൊണ്ടും അധികം കെയർ വേണ്ടാത്തതുകൊണ്ടും ഇതാണോ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും പോയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ ഇതിലുള്ള മറ്റൊരുപാട് വെറൈറ്റീസ്. പിന്നെ ഡെൻഡ്രോബിയംസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ആവറേജ് റേറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ 150 ടു ഫ്ലവേർഡ് പ്ലാന്റ്സ് 150 to 250, 300 അങ്ങനെ വരെ റേഞ്ചിലാണ്. 150 തൊട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാക്കിയുള്ള വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എത്ര വെറൈറ്റീസ് ഉണ്ടാവും ഇവിടെ? ബാക്കി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൺസീരിയംസ് ഉണ്ട്, ഫെലനോപ്സിസ് ഉണ്ട്, റിംഗോസ്റ്റൈലസ് ഉണ്ട്, മൊക്കാറ ഉണ്ട്, പിന്നെ ഗ്രാമിറ്റോഫൈലം. ഗ്രാമിറ്റോഫൈലം എന്ന് പറയുന്ന ചെടി, അത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്രാമിറ്റോഫൈലം സ്പേഷ്യസം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ളൊരു ചെടിയാണ് വാങ്ങിയത്. അത് 6 വർഷത്തോളം പിടിക്കും അതിന് പൂവിടാനായിട്ട്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഓർക്കിഡുകളിൽ ഒന്നാണ് ഗ്രാമിറ്റോഫൈലം. ഓർക്കിഡ് വെറൈറ്റീസിൽ ഏറ്റവും വലിയ ഓർക്കിഡിൽ ഒന്നാണ് ഗ്രാമിറ്റോഫൈലം. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അതുകൂടാതെ ഇതുപോലുള്ള കാറ്റ്ലിയ തന്നെ മൗണ്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്, അല്ല പോട്ടിലുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഡെൻഡ്രോബിയംസ് തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. പ്ലാന്റ് എല്ലാവരും കൊണ്ടുണ്ട്, വെറുതെ കൊണ്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വെറൈറ്റിയിൽ നമ്മളത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ തായ്ലൻഡിലും ഒക്കെ കാണാവുന്നതാണ് നമുക്ക്. അവർ ഓരോ ഷേപ്പിൽ, വുഡിൽ, അങ്ങനെയൊക്കെ പല രീതിയിൽ, അതായത് പ്ലാന്റിങ്ങിൻ്റെ ആ ഒരു വെറൈറ്റീസ് ഇതിനെ വളരെ ആകർഷകമാക്കും. ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിൻ്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട്?
സാധാരണ രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ വളരെ ക്വാളിറ്റിയുള്ള പല ഫെർട്ടിലൈസേഴ്സും അവൈലബിൾ ആണിപ്പോൾ. ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ്, ഇപ്പോൾ 4 inches പ്ലാന്റ്സ് ആണ് നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്. തായ്ലൻഡിൽ നിന്നും 4 inch സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീക്ക്ലി ട്വൈസ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ. അതായത് അവർ പറയുന്നത് വീക്ക്ലി എന്നാണ് ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഓർക്കിഡിൽ പറയുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ വീക്ക്ലി ട്വൈസ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ 4 inches പ്ലാന്റ്സിൻ്റെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഹൈ നൈട്രജനുള്ള ഫെർട്ടിലൈസേഴ്സാണ് അതിന് ഉപയോഗിക്കുന്നത്. കൂടുതലും നൈട്രജൻ 20-10-10 ഹൈ നൈട്രജൻ റേഷ്യോ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്. അത് കഴിഞ്ഞ് ഇതൊരു 2-3 മാസം കഴിഞ്ഞ് വെജിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ 19-19, 20-20, അതായത് ബാലൻസ്ഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്കെങ്കിലും ഇതിൻ്റെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. സോ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്? നമ്മളുടെ ഫാമിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹോൾസെയിലായോ റീറ്റെയിലായോ ഏത് രീതിയിലാണെങ്കിലും വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ ഇതിനോട് അറിയാൻ താല്പര്യമുള്ള ആളുകൾ, കാരണം നമ്മളിപ്പോൾ ഗൈഡൻസ് കുറേ കാലങ്ങളായി പല സ്ഥലങ്ങളിൽ നിന്നും, നമുക്ക് കൃഷി വകുപ്പിൽ നിന്നും മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ആ ഒരു അറിവുകൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഓർക്കിഡ് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കൂടാതെ ആളുകൾക്ക് ചെടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക്. അപ്പോൾ പാലാരിവട്ടം NH ബൈപ്പാസിലെ പുതിയ റോട്ടിലാണ് ഈ സൈന ഓർക്കിഡ്സ്. താല്പര്യമുള്ളവരൊക്കെ വരിക അല്ലേ? അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ ഇനി വേറൊരു പുതിയ വിഭവത്തിൻ്റെ വിശേഷവുമായി അടുത്ത ന്യൂവിൽ